ലഹരിക്കടത്ത് കേസിൽ അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമായുള്ള ബന്ധത്തിൽ മുഖ്യമന്ത്രിയുടെ വിശദീകരണം തൃപ്തികരമാണോ? നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പോലീസ് അതിക്രമത്തിനു ശേഷമാണ് മുഹമ്മദ് ഹുസൈനുമായി പരിചയമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്നാൽ അതിനും വർഷങ്ങൾക്ക് മുൻപ് VD സതീശനോടൊപ്പം പ്രതി അടുത്തിടപഴകുന്നത് അയാൾ തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. പ്രതിയുടെ ലഹരിക്കടത്ത് ബന്ധം അറിഞ്ഞിരുന്നില്ല എന്ന മുഖ്യമന്ത്രിയുടെ വാദം വിശ്വസിക്കാമെങ്കിലും ലഹരിക്കടത്തിലും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലും ഈ ബന്ധം പ്രതി ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്ന് സർക്കാർ പരിശോധിക്കണ്ടേ? ഈ വിഷയം നമ്മൾ നോക്കുന്നു ഇന്നത്തെ ന്യൂസ് ആംഗിളിൽ. അർജുൻ രാജ് വിശകലനങ്ങളുമായി നമുക്കിപ്പം തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. അർജുൻ, ഗുഡ് മോർണിംഗ്. ഇതിലിപ്പോ ഇന്നലെ VD സതീശന്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇയാളെ പരിചയമുണ്ട്, തനിക്ക് പരിചയമുള്ള വ്യക്തി തന്നെയാണ് ഇയാൾ. പക്ഷേ ഇയാളുടെ ലഹരിക്കടത്ത് മാഫിയുമായി ഇയാൾക്കുള്ള ബന്ധവും കാര്യങ്ങളും ഒന്നും തനിക്ക് അറിയുമായിരുന്നില്ല. അത് നമുക്ക് വിശ്വസിക്കാവുന്ന പ്രതികരണവും തന്നെയാണ്. കാരണം അദ്ദേഹത്തിന് ഒരു പക്ഷേ അതൊന്നും അറിയുമായിരുന്നിട്ടുണ്ടാവില്ല. ഈ ഇപ്പം പ്രവർത്തകരൊക്കെ അവരുടെ ഒരു പശ്ചാത്തലമൊന്നും നേതാക്കൾക്ക് അറിയണമെന്നില്ലല്ലോ. പക്ഷെ അപ്പോഴുമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ അർജുൻ, നമ്മൾ ഈ ചോദിച്ച പോലെ ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ ആവശ്യമില്ലേ? അതിനുവേണ്ടി സർക്കാർ നടപടിയിലേക്ക് കടക്കുമോ എന്നുള്ളതാണ്. സേതു, ഗുഡ് മോർണിംഗ്. അത് തന്നെയാണ് ഈ കാര്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ പറഞ്ഞതുപോലെ തന്നെ മുഖ്യമന്ത്രിക്ക് ഏതെങ്കിലും തരത്തിൽ ഈ സഹപ്രവർത്തകർ അല്ലെങ്കിൽ ഈ പറയുന്ന ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകൾ ഈ രീതിയിൽ MDMA കേസുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിലൊന്നും ഒരു വ്യക്തതയും ഉണ്ടായിരിക്കില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റൊക്കെ നടന്നതിന് ശേഷമായിരിക്കും മുഖ്യമന്ത്രി ആ വിവരം അറിയുന്നത്. പക്ഷേ ഈ ബന്ധം കഴിഞ്ഞ 1-2 വർഷം കൊണ്ട് തുടങ്ങിയതല്ല. മുഖ്യമന്ത്രി ഇന്നലെ വിശദീകരിച്ചത് ഈ നവകേരള ബസ്സുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന പ്രതിക്ക് മർദ്ദനമേറ്റു, അതിനുശേഷമാണ് അയാളെ വിളിക്കുന്നതും പിന്നീട് കാണാൻ പോകുന്നതുമെന്നുമാണ്. പക്ഷേ ഇപ്പോൾ CPM ഒക്കെ വ്യക്തമാക്കുന്നത്, അല്ലെങ്കിൽ അവർ ചില വീഡിയോകളും പോസ്റ്റുകളും ഒക്കെ ഷെയർ ചെയ്തുകൊണ്ട് പറയുന്നത് വർഷങ്ങളായിട്ടുള്ള ബന്ധം ഈ പ്രതികളുമായി മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് 2021 തൊട്ട് തന്നെ പ്രതികളുമായിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ അവർ തന്നെ ഈ പറയുന്ന ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള ആളുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നുണ്ട്. 2023 നവകേരള ബസ്സിൻ്റെ യാത്ര നടക്കുന്നതും പിന്നീട് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പക്ഷേ 2021 പോസ്റ്റുകളിലൊക്കെ സതീശനൊപ്പം ഈ പറയുന്ന ആളുകൾ നിൽക്കുന്ന ചിത്രങ്ങൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് കാലങ്ങളായിട്ട് ഈ പ്രതികളെ മുഖ്യമന്ത്രിക്ക് അറിയാം. ഇവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിയാവുന്ന തരത്തിലുള്ള ഒരു ബന്ധം, ആശയവിനിമയം ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ പോസ്റ്റുകളും ചിത്രങ്ങളും ഒക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമാകും. രണ്ടാമത്തേത്, ഈ നവകേരള ബസ്സുമായി ബന്ധപ്പെട്ട് അതിക്രമം ഉണ്ടായി, അതിൽ ഇവർക്ക് ഗുരുതരമായി പരിക്കേറ്റു. അതിനുശേഷമാണ് ഈ മുഹമ്മദ് ഹുസൈൻ എന്ന് പറയുന്ന ആളെ ബന്ധപ്പെടുന്നതും ഒക്കെ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷേ ഫേസ്ബുക്കിലൊക്കെ ഇപ്പോൾ CPM ഒക്കെ സൈബർ ഹാൻഡിലുകളൊക്കെ പ്രചരിപ്പിക്കുന്നത് ഈ മർദ്ദനമേൽക്കുന്ന അല്ലെങ്കിൽ ഗുരുതരമായി പരിക്കേൽക്കുന്ന മുഹമ്മദ് ഹുസൈനെയല്ല. അതിനുശേഷം ഇയാൾ ഈ ബസ്സിലൊക്കെ, പോലീസ് ബസ്സിലൊക്കെ കയറുന്നുണ്ട്. അതിനുശേഷം BGM ഒക്കെ ആയിട്ട് ഇറങ്ങി വരുന്നതൊക്കെ ആയിട്ടുള്ള ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നുള്ള മുഖ്യമന്ത്രിയുടെ വാദമൊക്കെ ഏത് അർത്ഥത്തിലായിരിക്കും അതിൻ്റെ ശരി എന്നുള്ള കാര്യത്തിലൊക്കെ സംശയങ്ങൾ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞതിലേക്ക് വരാം. ഈ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം മുഖ്യമന്ത്രിക്ക് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആ തരത്തിൽ ആരോപിക്കാൻ കഴിയില്ല. അതേ സമയത്ത് ഇങ്ങനെയൊരു മുഖ്യമന്ത്രിയോടൊക്കെ അടുത്തിടപെടുന്ന ഒരാളാണ്, അല്ലെങ്കിൽ മുൻ പ്രതിപക്ഷ നേതാവുമായിട്ട് വലിയ ബന്ധമുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഇവർ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. അത്തരം വിഷയങ്ങളിലൊക്കെ ലഘൂകരിക്കുന്ന നിലപാട് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതല്ല, ഈ പ്രതികൾ വലിയ ഒരു ലഹരി മാഫിയയുടെ കണ്ണികളാണ്. അവരുടെ പിടിച്ചെടുത്തിട്ടുള്ള MDMAയുടെ അളവ് തന്നെ അത്രയും വലുതാണ്. സംസ്ഥാനത്തെ സാധാരണ ചില്ലറ ഗ്രാമൊക്കെയാണ് എങ്കിൽ അത് 100-ലേറെ ഗ്രാമൊക്കെയാണ് ഈ പ്രതികളിൽ നിന്ന് കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു കണ്ണികളുടെ ശൃംഖല, അതിൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ആളുകളാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായത്. അതുകൊണ്ട് തന്നെ അതിലൊരു ഭീകരത നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഈ ബന്ധങ്ങൾ ഏതെങ്കിലും തരത്തിൽ പ്രതികൾ ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത്. അക്കാര്യത്തിൽ സർക്കാർ ഗൗരവമായി തന്നെ ഒരു അന്വേഷണം നടത്തണം. ഏതെങ്കിലും തരത്തിലുള്ള ഈ വ്യക്തിബന്ധങ്ങളൊക്കെ ഈ പ്രതികൾ ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത്. ഓക്കെ, ശരി അർജുൻ, ശരി. അപ്പം അത് തന്നെയാണ് ഇനിയിപ്പം അറിയേണ്ടതും. സർക്കാർ ഈ വിഷയത്തിൽ ഒരു അന്വേഷണമൊക്കെ പ്രഖ്യാപിക്കുമോ, കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകുമോ എന്നുള്ളതാണ്. ഇതിപ്പം നമ്മളിപ്പോൾ ഇന്നലെ VD സതീശൻ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യം അവിശ്വസിക്കേണ്ട ആവശ്യമില്ല ഈ വിഷയത്തിൽ. അദ്ദേഹത്തിന് ഒരാൾ പറയുമ്പോഴത്തേക്കും അയാളുടെ ഒരു പശ്ചാത്തലമൊന്നും അറിയുമായിരിക്കില്ല, അല്ലെ?